ചോദ്യം. രണ്ടുപേർ അങ്ങോട്ടും ഇങ്ങോട്ടും സലാം പറഞ്ഞാൽ എങ്ങനെ മടക്കും? ഉത്തരം. ഒരുമിച്ചാണ് പറഞ്ഞതെങ്കിൽ രണ്ടുപേരും മടക്കൽ നിർബന്ധവും, അല്ലെങ്കിൽ ആദ്യം പറഞ്ഞത് സലാമും പിന്നെ പറഞ്ഞത് മടക്കലുമായി പരിഗണിക്കും. അപ്പോൾ രണ്ടുപേരും മടക്കേണ്ടതുമില്ല. ചോദ്യം. ദുആയിൽ മുഴുകിക്കൊണ്ടിരിക്കുന്നവനോട് സലാം പറയൽ സുന്നത്തുണ്ടോ? ഉത്തരം. സുന്നത്തില്ല. ചോദ്യം. അന്യ സ്ത്രീ പുരുഷനോട് സലാം പറയാൻ പാടുണ്ടോ? ഉത്തരം. ഇല്ല, ഹറാമാണ്. എന്നാൽ ആൾക്കൂട്ടത്തോട് സലാം പറയാം. ചോദ്യം. അന്യപുരുഷൻ പറഞ്ഞ സലാം സ്ത്രീ മടക്കാൻ പാടുണ്ടോ? ഉത്തരം. ഇല്ല, ഹറാമാണ്. എന്നാൽ വൃദ്ധയായ സ്ത്രീയാണെങ്കിൽ മടക്കൽ നിർബന്ധമാണ്. ചോദ്യം. വുളു എടുക്കുന്നവനോട് സലാം പറയാമോ? ഉത്തരം. പറയാം. മടക്കൽ നിർബന്ധവുമാണ്. ചോദ്യം. ഭക്ഷണം കഴിക്കുന്നവനോട് സലാം പറയാമോ? ഉത്തരം. വായിൽ ഭക്ഷണമുണ്ടെങ്കിൽ സുന്നത്തില്ല. ഭക്ഷണം ഇറക്കിയതിന് ശേഷമാണെങ്കിൽ പറയൽ സുന്നത്തും മടക്കൽ നിർബന്ധവുമാണ്. ചോദ്യം. ഒരാൾക്ക് സലാം പറഞ്ഞേക്കേണ്ടത് എങ്ങനെയാണ്? ഉത്തരം. ഇന്ന ആളോട് എൻ്റെ അസ്സലാമു അലൈക്കും പറയണം. ചോദ്യം. എൻ്റെ സലാം പറയണം എന്ന് പറഞ്ഞാൽ പോരെ? ഉത്തരം. അങ്ങനെ പറഞ്ഞാലും മതി. ചോദ്യം. അപ്പോൾ ആ സലാം എത്തിച്ചു കൊടുക്കൽ നിർബന്ധമാണോ? ഉത്തരം. ഞാൻ എത്തിച്ചു കൊടുക്കാം എന്ന് വാക്കാൽ ഏറ്റെടുത്താൽ മാത്രമേ നിർബന്ധമാവുകയുള്ളൂ. ചോദ്യം. ഇത്തരം സലാം എങ്ങനെയാണ് മടക്കേണ്ടത്? ഉത്തരം. അലൈക വ അലൈഹിസ്സലാം. ചോദ്യം. പുരുഷന് അന്യ സ്ത്രീകളോട് സലാം പറയാമോ? ഉത്തരം. ഇല്ല, കറാഹത്താണ്. എന്നാൽ കണ്ടാൽ ആശിക്കപ്പെടാത്ത വൃദ്ധകളോട് സലാം പറയാം. ചോദ്യം. പറഞ്ഞ സലാം കേട്ടില്ലെങ്കിൽ മടക്കേണ്ടതുണ്ടോ? ഉത്തരം. ഇല്ല, മടക്കേണ്ടതില്ല. ചോദ്യം. പ്രസംഗിക്കുകയോ മറ്റോ ചെയ്യുമ്പോൾ ആദ്യം സലാം പറയുകയാണോ അതോ ഹംദും സ്വലാത്തും കൊണ്ട് തുടങ്ങി പിന്നെ സലാം പറയുകയാണോ വേണ്ടത്? ഉത്തരം. ആദ്യം സലാം പിന്നെ കലാം. ഇതാണ് സുന്നത്ത്. ചോദ്യം. കത്തിലും മറ്റും എഴുതി അയക്കുന്ന സലാം മടക്കേണ്ടതുണ്ടോ? ഉത്തരം. ഉണ്ട്. മറുപടി എഴുതുമ്പോൾ എഴുതുകയോ അല്ലെങ്കിൽ പറയുകയോ ചെയ്തുകൊണ്ട് സലാം മടക്കണം. ചോദ്യം. മൊബൈലിൽ പറയുന്ന സലാം മടക്കേണ്ടതുണ്ടോ? ഉത്തരം. മടക്കേണ്ടതുണ്ട്. ചോദ്യം. നിസ്കരിക്കാത്തവരോട് സലാം പറയൽ സുന്നത്തുണ്ടോ? ഉത്തരം. സുന്നത്തില്ല. ചോദ്യം. ഏതാണ് ശരിയായ സലാം? ഉത്തരം. ഏറ്റവും ശരിയായ വാക്ക് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. ചോദ്യം. സലാം ആദ്യം പറയേണ്ടവർ ആരാണ്? ഉത്തരം. നടന്നു പോകുന്നവർ, ഇരിക്കുന്നവർക്ക്, ചെറിയ സംഘം വലിയ സംഘത്തിന്, ചെറുപ്പക്കാർ മുതിർന്നവർക്ക്.